പ്പിക്കുമ്പോഴാണ് ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവുന്നത്. അല്ലാതെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വാങ്ങിക്കൊടുത്തിട്ടൊന്നുമല്ല. നേരത്തെ പറഞ്ഞ കഥ ഉണ്ടല്ലോ, 8000 പണിക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്വതക്ക ചെയ്ത മനുഷ്യനോട് ചോദിക്കുകയാണല്ല, നിങ്ങൾ 1,00,000 റുപ്യ കടം തരുമോ? ഒന്നുമില്ല, ഈ അടുക്കള കാണാൻ പോണ പണിയുണ്ട്, അയക്കി കൊടുക്കാനേ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ അബുദാബിയിലുള്ള ഒരു സുഹൃത്താണ് ഇതിൻ്റെ ഏര. അവർക്ക് ചെയ്ത നന്മക്ക് അള്ളാഹു കൂലി കൊടുക്കും, അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ ഇത് സ്വീകരിക്കുന്ന ആളുകളുടെ മനോഗതി നോക്കണം. മൻഅംവഹാത്തിന് കിട്ടുന്നത് പോന്നോട്ടെ. സുബ്ഹാനല്ലാഹ്. 1,00,000 റുപ്യ എന്തിന്? അടുക്കള കാണാൻ. അങ്ങനത്തെ വല്ല പണിയും നടന്നിട്ടുണ്ടോ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ? ഇല്ല. ഏതെങ്കിലും ഗൾഫുകാർ തുടങ്ങി വെക്കും, പിന്നെ അങ്ങ് ബാക്കിയുള്ളവരൊക്കെ ഇത്തിബാ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ, മോശമല്ലേ, അങ്ങനെ തുടങ്ങുകയാണ്. ചെലവോട് ചെലവ്. ഈ ചെലവ് മാത്രമല്ല, ഇതൊക്കെ നമ്മൾ എന്താ കാണിക്കുന്നത്? ബാധ്യതകളാണ്. LGൻ്റെ ഫ്രിഡ്ജ് കൊണ്ടുവന്നു, ഇനി അടുത്ത് കൊടുക്കുമ്പോൾ ഹിറ്റാച്ചിൻ്റെ തന്നെ കൊടുത്തേക്കണോ? ഒരു പടി മുമ്പോട്ട് പോകണ്ടേ അല്ലേ? കുറേക്ക് പകരം ജപ്പാനെങ്കിലും കൊടുക്കണ്ടേ? ഇനി അതിന് പകരമല്ല. സുബ്ഹാനല്ലാഹ്. കടമാണ്, കടബാധ്യതകൾ. കുഞ്ഞ് പ്രസവിച്ചാൽ പിന്നെ ബാധ്യത. കല്യാണം, നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചിലവൊക്കെ തീർന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചിലവ് തുടങ്ങണത്. അതിന് ഒരു പിരിവും കിട്ടൂല. പ്രസവത്തിന് കൊണ്ടുപോകണം അല്ലേ? പ്രസവിച്ച് കഴിഞ്ഞാലുള്ളത് സൽക്കാരങ്ങൾ, തക്കാരങ്ങൾ തിന്ന് മനുഷ്യന്മാർക്ക് കൊളസ്ട്രോളും പ്രഷറുമാണ്. ആകെ ഇടങ്ങാറായിട്ട് നടക്കുകയാണ്. എന്തിന് നമ്മളിതൊക്കെ വരുത്തി വെച്ചു? നമ്മൾ ഗൾഫുകാർ ശ്രദ്ധിച്ചതൊക്കെ നടക്കൂട്ടോ. നമ്മളാണ് ഈ നാട്ടിനെ ഇടങ്ങാറാക്കുന്നത്, നമ്മളാണിത് ഇടങ്ങാറാക്കുന്നത്. അറാഹുസ്തകന, കയ്യിൽ പൈസ വന്നില്ലേ, 4 കാശ് കയ്യിൽ കിട്ടിയില്ലേ, അപ്പം നമുക്കൊന്ന് കാണിക്കണം എന്ന് തോന്നുകയാണ്. ഇതൊക്കെ അഹങ്കാരമാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. റബ്ബുക്കും അഅലം ബിമാ ഫീ നുഫൂസിക്കും. നിങ്ങളുടെ കൽബിൻ്റെ ഉള്ളിൽ എന്താണ്? ഈ കല്യാണ സമയത്ത് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നു, എന്തിനാണത് പോകുന്നത്? ഇത് അള്ളാഹുവിന് അറിയാൻ കേട്ടോ. റബ്ബുക്കും അഅലം ബിമാ ഫീ നുഫൂസിക്കും. ധൂർത്ത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹു പറയാൻ ആമുഖം വെച്ച ആയത്താണിത്. നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം അള്ളാഹുവിനറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ബോധം നൽകുമാറാകട്ടെ. വീട്ടിൽ ഒരു സൗകര്യങ്ങളില്ലെങ്കിൽ പോലും അവിടെ സന്തോഷമുണ്ട്. അത് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആഹ് മിൻ ദഹ്രി, ഊരക്ക് വയ്യ, ഊരവേദന ഉണ്ട്. മിൻ കസറത്തി ഹംലിൽ മിയാഹി അസ്നാ അമലി. അലി റളിയല്ലാഹു തആല അൻഹു മദീനയിലെ ഒരു തോട്ടക്കാർക്ക് വെള്ളം കോരി ഒഴിച്ച് നനച്ചു കൊടുക്കുന്ന ജോലി ചെയ്തിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോലി അതായിരുന്നു. ജോലി വെള്ളം കോരിയിട്ട് എന്ത് ചെയ്യുക? കൃഷി നനച്ചു കൊടുക്കുക. ഊരവേദന വന്നു. ആഹ്മെന്ന് കഴിയില്ലല്ലോ ഫാത്തിമ, ഇനി ജോലി എടുക്കാൻ വയ്യല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ആഹ് മിൻ യദീ, എൻ്റെ കൈ കൊണ്ടും മിന ത്വഹീനി വൽ അജീൻ, ഗ്രൈൻഡറിൻ്റെ കല്ലെടുത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് കൈകളൊക്കെ മുറിവ് വന്നിട്ട് വ്രണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കൈ കൊണ്ട് ഇനി അധ്വാനിക്കാൻ വയ്യല്ലോ. കല്യാണം കഴിഞ്ഞ അന്ന് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിൻതു സഅദ്, അലി തങ്ങളുടെ ഉമ്മയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹ, അവരോട് പറഞ്ഞു, ഉമ്മ, വെള്ളം കൊണ്ടുവരേണ്ട കാര്യം, വെള്ളം വീട്ടിലേക്ക് എത്തിക്കേണ്ട കാര്യം അത് ഉമ്മ ചെയ്യുക. ഭക്ഷണ സംബന്ധമായത് പൊടിക്കേണ്ടതും ഉണക്കേണ്ടതും പരത്തേണ്ടതും ചുടേണ്ടതും ഇതൊക്കെ ഫാത്തിമ ചെയ്തോളും വീട്ടിൽ. അത് ഉമ്മാക്ക് പ്രയാസമുള്ളതാണ്. പക്ഷെ വെള്ളം ഉമ്മ എത്തിച്ചു കൊടുക്കുക, ഞാൻ അധ്വാനിക്കാനും പോകാം. ആര് പറയാ? അലി റളിയല്ലാഹു അൻഹു. എന്തായി പറഞ്ഞതിനർത്ഥം എന്നറിയോ? ഒരു പെൺകുട്ടി പുരയിലേക്ക് വന്ന അമ്മായിമാക്ക് പിന്നെ ഇല്ലാത്ത അസുഖമല്ല. കാലുകൊണ്ട് വയ്യ, ഊരക്ക് വയ്യ. ഈ പുതിയ പുരയിന്ന് പോയൊരു കുഴപ്പമില്ല, കണ്ണൂർക്കാർക്കത് മനസ്സിലാവില്ല അല്ലേ? പക്ഷെ പെണ്ണ് താമസിക്കേണ്ട ഭർത്താവിൻ്റെ പുറക്കാണ്. ഹദീസ് അങ്ങനെയാണ്. അല്ലാഹുവിൻ്റെ റസൂല് അറുണ്ടാക്കി കൊടുത്ത് ഫാത്തിമ ബീവി പുരക്ക് താമസിപ്പിച്ചോ? ഇല്ലല്ല, അവര് വേറെ പുരക്കാണ് താമസിച്ചത്. അപ്പോൾ അവിടെയുള്ള വലിയൊരു മുതലാളിയുണ്ട്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അവർക്ക് മദീനത്തിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവരാ നബി ഞങ്ങൾക്ക് പാർക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തത്. അപ്പോൾ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, ലഅല്ലക തഷ്താഖു ലിഖുർബി ഫാത്തിമ, ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ മോളെ? അപ്പം മോളെ ഒന്ന് അടുത്തേക്ക് കിട്ടണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലേ റസൂലെ? നിങ്ങൾക്ക് അടുത്ത് വീട് വേണം, ഞാൻ കുറച്ച് സ്ഥലം തരണോ? അതാ ചോദിക്കണത്. ആര്? ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല. ഉമ്മാക്ക് ഭയങ്കര സേവനം ചെയ്ത സ്വഹാബിയാണ്. സ്വർഗത്തിൽ കണ്ടു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കാന ബാറൻ ലി ഉമ്മി, ഉമ്മാക്ക് ഒരുപാട് സേവനം ചെയ്ത ആളായിരുന്നു ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, നഅം, ഫാത്തിമയെ കാണാൻ കൊതിയാവുന്നുണ്ട്, മോള് പോയില്ലേ, കൊതിയാവുന്നുണ്ട്. വലാഖിന്നന അക്സർന അലൈക യാ ഹാരിസ, പക്ഷേ നമ്മൾ ഒരുപാട് നിങ്ങളോട് ഇടങ്ങാറാക്കിയില്ലേ, ഇനി എങ്ങനെ ഞങ്ങളോട് ചോദിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാണ്, മതി ഹാരിസ, നിങ്ങൾക്ക് ഒരുപാട് സഹായിച്ചവരല്ലേ, ഇനി എങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കുക. നബിയേ യാ റസൂലല്ലാഹ് മാ തഅഖുദുഹു മിന്നി അഹബ്ബു ഇലയ്യ മിമ്മാ തത്റകുഹു ലി, നിങ്ങൾ എടുക്കുന്നതാണ് നബിയെ എനിക്കിഷ്ടം, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അതല്ല, നിങ്ങൾ എടുക്കുന്നതാണ് എനിക്കിഷ്ടം നബിയെ, അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ സ്ഥലം തരാം. അങ്ങനെ പറഞ്ഞിട്ടാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഹാരിസത്ത് ബിൻ നുഅ്മാൻ തങ്ങൾ കൊടുത്ത സ്ഥലത്തേക്ക് മദീന പള്ളിയുടെ അരികത്തേക്ക് താമസം മാറി. പിന്നീട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി അങ്ങോട്ട് താമസം മാറി, സ്വന്തമായിട്ട് പുരയിലേക്ക് പോയി എന്നർത്ഥം. സൗകര്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ. ഒരു നാടിൻ്റെ മൊത്തം സിസ്റ്റം ഒരു ഒറ്റ വേളോട് നന്നായി കിട്ടുമോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ആലോചിച്ച് നോക്കുക. കുറേ ആൾക്കാരെ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു ഇജ്ജത്തുണ്ട്. പെണ്ണുങ്ങൾക്ക് ഈ പറഞ്ഞ തീരെ പിടിക്കൂല. അവിടച്ചോൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഇറക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഉസ്താദി പറയണത്. ഇനിയായി വേളാക്കാൻ വരില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. നിൽക്കും പെണ്ണുങ്ങളെ. നമ്മൾ അങ്ങനെയൊന്നല്ല, നമ്മളുള്ള കാര്യങ്ങൾ പറയാമെന്ന് മാത്രം. അപ്പോൾ അതിൽ പല ഖൈറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. അപ്പോൾ ഉമ്മയോട് അലി തങ്ങൾ പറയാണ്, ഉമ്മ എൻ്റെ ഭാര്യ ഫാത്തിമ ബി വന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് ഒരു പണിയെടുക്കാതിരിക്കേണ്ട. ഉമ്മ ഒരു ജോലി ചെയ്യുക, ഫാത്തിമ ഒരു ജോലി ചെയ്യുക, ഞാനൊരു ജോലിയും ചെയ്യുക. ബട്ട് ഈ ഡിവിഷൻ ഓഫ് ജോബ്സ്, ജോലികൾ എല്ലാവരും ചെയ്യണമെന്ന്, ഒരാൾ വന്ന് അവിടെ തലയിട്ടിട്ട് ഓടരുത്. എല്ലാവരും അലി തങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കേണ്ടത് സുന്നത്താണ്. ഉമ്മ സഹായിച്ചു കൊടുക്കുക, ഉമ്മാക്ക് പറ്റുന്ന ഉമ്മ ചെയ്യുക, ഭാര്യയ്ക്ക് പറ്റുന്ന ഭാര്യ ചെയ്യുക, എനിക്ക് പറ്റും ഞാനും ചെയ്യാം. അങ്ങനെ ഇരിക്കുകയാണ് അലി തങ്ങൾക്ക് ബാക്ക് പെയിൻ വരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കയ്യിന് ബ്ലിസ്റ്റേഴ്സ്, കൈയാകെ പ്രയാസമായി, അങ്ങനെയും ബുദ്ധിമുട്ടായി. അങ്ങനെ അവർ പറഞ്ഞു, ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്തേക്ക് പോവുകയാണ്. അലി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നിങ്ങളൊന്ന് പോയിട്ട് ചോദിക്കണം വാപ്പയോട്, ഹുനൈൻ യുദ്ധം കഴിഞ്ഞതല്ലേ, തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഒരു 1.5 വർഷം മുമ്പത്തെ കഥയാണിത്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് കുറേ അടിമകളും അടിമ സ്ത്രീകളും സമ്പത്ത് ഇസ്ലാമിന് ഗനീമത്ത് ബ്യൂട്ടിയെ കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തങ്ങളോട് ചോദിക്കാം, ഉപ്പയോട് ചോദിക്കാം, നമ്മളൊക്കെ അത്യാവശ്യ ഘട്ടത്തിലല്ലേ, ചോദിക്കാലോ. ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞു ഫാത്തിമ റളിയല്ലാഹു അൻഹ, എനിക്ക് നാണാണ്. അലി തങ്ങൾ പറഞ്ഞു ഞാനും ചോദിക്കൂല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അത് നോക്കി നമ്മളാണെങ്കിൽ ഇടയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂലേ, എൻ്റെ പുരയിൽ നിന്നൊരു സാധനം കൊണ്ടുവന്നിട്ടില്ല, രണ്ടുപേർക്കും ആവശ്യമാണ്. ബാക്ക് പെയിൻ വന്നിട്ട് ജോലി എടുക്കാൻ വയ്യ. ഒരു ഖാദിമിന് പുരയിൽ ജോലിക്ക് ഒരാളെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാൾക്കും പോവാന്ന് പറഞ്ഞു. രണ്ടാളും പോയി. ഒരാൾക്ക് പോകാനല്ല എന്നാണ്, രണ്ടുപേരും പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് വിഷയം പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മറുപടി, നഹ്നു ലാ നഅകുലു സ്വദഖ, സക്കാത്തിൻ്റെ സ്വത്ത്, ഗനീമത്തിൻ്റെ സ്വത്ത് ആലുബൈത്തിന് എടുക്കാൻ പറ്റില്ലല്ലോ, നമുക്കത് വേണ്ട, അത് നമുക്ക് പറഞ്ഞതല്ല, അത് ഈ സമൂഹത്തിലെ പാവപ്പെട്ട മിസ്കീന്മാർക്കും ഫക്കീറുകൾക്കും വിതരണം ചെയ്യാൻ വെച്ചതാണ്, നമുക്കത് വേണ്ട മോളെ അലിയെ, നമുക്കത് വേണ്ട. ഇസ്ബിഖാനി ഇലൽ ബൈത്തി, നിങ്ങൾ വേഗം പുരയിലേക്ക് ചൊല്ലി, ഞാൻ അങ്ങോട്ട് വരാം. രണ്ടുപേരും പോന്നു. ഇങ്ങനൊരു അമ്മോശം പറഞ്ഞ ആ പെണ്ണും ആ കുടുംബത്തിൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ നാട്ടിൽ? പറയാം, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? റെഫ്യൂസ് ചെയ്യേണ്ട ഒരു റെഫ്യൂസലിൻ്റെ ഒരു ഹിൻറ്റ്, ഒരു സൂചന കൊടുത്താൽ അങ്ങനെയല്ല, എന്നാൽ മോളെ കൊണ്ടേക്കോളിയെന്ന്. പിന്നെ ആകെ അവളെ പിടിച്ചു വെക്കുന്നത് വാപ്പാൻ്റെ സ്വത്ത് കണ്ടിട്ടാന്നാ വിചാരം. അല്ല, ഇതൊക്കെ മനുഷ്യൻ്റെ അത്യാർത്ഥിയാണ്, സമ്പത്തിനോടുള്ള മൻഅംവഹാത്തിൻ, കിട്ടട്ടെ പോരട്ടെ ചിന്തിക്കല്ല. ഇസ്ബിഖാനി ഇലൽ ബൈത്തി, നിങ്ങൾ രണ്ടുപേരും പുരയിലേക്ക് ചൊല്ലി, ഞാൻ അങ്ങോട്ട് വരാം. അലി തങ്ങൾ പറയുന്നു, ഞാനും എൻ്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയും പുരയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതും കാത്ത്. ഒരു വീടിൻ്റെ അവസ്ഥ നോക്കണം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ഞാനും ഭാര്യ ഫാത്തിമ ബീവിയും ഞങ്ങൾ വിരപ്പിലാണ്. ഞങ്ങളങ്ങ് എഴുന്നേറ്റ് നിന്നു. തങ്ങൾ പറഞ്ഞു, മക്കാനക്കും മക്കാനക്കും, നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കിൻ. ഫദഖല മഅനാ ഫിൽ ഫിറാഷ്, ഞങ്ങളുടെ പുതപ്പിലേക്ക് നബി തങ്ങളും കൂടിയിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇച്ചിരി കനപ്പെട്ടിരിക്കുകയാണ്, വാപ്പ തന്നില്ലല്ലോ എന്ന്. അപ്പോൾ മോളെ ഒന്ന് ആശ്വസിപ്പിക്കണം.
നബിതങ്ങൾ കൂടെ ഇരുന്നിട്ട് നബിതങ്ങളുടെ കാലിൻ്റെ തണുപ്പ് എൻ്റെ കാലിൽ ഞാൻ അനുഭവിച്ചു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി തങ്ങളും പറയാണ്. മോളിവിടെ, മോനിവിടെ, ഭർത്താവ് ഇവിടെ, മോളെ ഭർത്താവ് ഇവിടെ. കാലിൻ്റെ തണുപ്പ് ഞങ്ങളുടെ കാലിൽ ഇങ്ങനെ അനുഭവിച്ചു. വജമഅ റൂസനാ, ഞങ്ങളുടെ തലകൾ നബിതങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചു തങ്ങളുടെ തലയിലേക്ക്. തോള് പിടിച്ചിട്ട് ഇരുന്നു. ആ ഇരുത്തങ്ങ് നോക്കി. യാ ഫാത്തിമതു യാ അലിയു, അലിയേ ഫാത്തിമ, അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിനൽ ഖാദിം, നിങ്ങൾക്കൊരു വേലക്കാരൻ ഉണ്ടാവുന്നതിനേക്കാളും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ ചോദിച്ച വേലക്കാരെ വേണമെന്നല്ലേ, ഒക്കെ പകരം ഞാൻ നിങ്ങൾക്കതിനേക്കാൾ ഖൈറായത് പറഞ്ഞു തരട്ടെ. ഒരു പറയൂ നബിയേ, ഞങ്ങൾക്ക് പറഞ്ഞു തരിൻ. തുസബ്ബിഹൂനല്ലാഹ 33, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയുക. വതഹ്മദൂനല്ലാഹ 33, 33 തവണ കിടന്നുറങ്ങാൻ ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. വതുകബ്ബിറൂനല്ലാഹ 34, അവസാനമായി 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ഖബ്ലൻ നൗമി, ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട്. ഇത് നിങ്ങൾ ചൊല്ലിയാൽ യക്ഫീകുമല്ലാഹുൽ ഖാദിം, ഒരു വേലക്കാരൻ ചെയ്തു തരുന്നതിനേക്കാളും ഉപകാരം അള്ളാഹു നിങ്ങൾക്ക് വീട്ടിൽ തരുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മോൾക്ക്, സ്വന്തം മരുമകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കട്ടിലിൻ്റെ വലുപ്പമോ മരത്തിൻ്റെ ഗുണമോ റൂമിൻ്റെ പത്രാസോ ഇതൊന്നുമല്ല സന്തോഷം കിടക്കുന്നത്. നിങ്ങളുടെ കിടപ്പറയിലേക്ക് ചെന്നാൽ അവിടെ അള്ളാഹുവിൻ്റെ പേരുച്ചരിക്കപ്പെടുന്നുണ്ടോ? സുബ്ഹാനല്ലാഹി 33, അൽഹംദുലില്ലാഹി 33, അല്ലാഹു അക്ബർ 34, 100 പൂർത്തിയാക്കി നിങ്ങൾ ഉറങ്ങിയാൽ നിങ്ങൾ ഈ ചോദിച്ച വേലക്കാരെക്കാളും ഖൈർ അതാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അലി തങ്ങളുടെ മറുപടി അറിയോ? ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഖവ്വാനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് ശക്തി തന്നു. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, പെയിനൊക്കെ പോയി. വമാ തറക്തുഹാ മുൻദു ദാലിക്കൽ യൗം, ഞങ്ങളുടെ ഉപ്പ, എൻ്റെ ഭാര്യയുടെ ഉപ്പ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അന്നു മുതൽ ഞാനും എൻ്റെ ഭാര്യയും ഇത് ചൊല്ലാൻ മറന്നു പോയിട്ടില്ല. ഖാലു വലാ യൗമ സുഫീൻ, സുഫീൻ യുദ്ധം നടക്കുമ്പോൾ അന്ന് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ? വലാ യൗമ മഅരിക്കത്തി സുഫീൻ, അന്നും ഞാൻ കടന്നുറങ്ങുമ്പോൾ ഇത് ചൊല്ലിയിട്ടുണ്ടെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ വീട്ടിലെ സൗകര്യങ്ങൾ ഇല്ലാതെയും അള്ളാഹുവിന് സന്തോഷം തരാൻ പറ്റും. ഇതൊക്കെ വേണമെന്ന് നമ്മുടെ സീരിയലുകാരും സിനിമക്കാരും പഠിപ്പിച്ചെന്നതാണ്. അപ്പം നമ്മളതനുസരിച്ച് തുടങ്ങി. കുറേ ഇലക്ട്രിക്കൽസ് ആൾക്കാർക്കൊക്കെ ഒരുപാട് കച്ചവടം നടന്നു. നമ്മൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാം. സ്വതക്ക ചെയ്തോളി, സ്വതക്ക ഇഷ്ടം പോലെ ചെയ്തോളി. ഞാൻ ചെയ്യുന്നതിന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് ചെയ്താൽ അത് സ്വതക്കല്ല, കാശ് പോയും ചെയ്തു. അത് ചെയ്യുക, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആഭാസമാണ്, അത് ചെയ്യരുത്. ഭാരമാക്കലാണ്. എന്തിനാ ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന അത്ഭുതകരമായൊരു ഹദീസുണ്ട്, ഞാൻ അവസാനിപ്പിക്കട്ടെ. അൻ അബീ ഉമാമത റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം മുൻദിരി തങ്ങളും ഉദ്ധരിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഅയ്തു, ഞാനിങ്ങനെ കാണുകയാണ്, അന്നീ ദഖൽതുൽ ജന്നഹ, ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു. ഫഇദാ അഅലി അഹ്ലുൽ ജന്നതി ഫുഖറാഉൽ മുഹാജിരീൻ വദറാരിൽ മുഅ്മിനീൻ, സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതൊക്കെ ആരാന്നറിയോ? മക്കയിൽ നിന്ന് വന്ന പാവപ്പെട്ട മുഹാജിറുകൾ, അന്നത്തെ മിസ്കീന്മാർ. വദറാരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ കൊച്ചു കുട്ടികൾ മരിച്ചു പോവില്ലേ, അവരൊക്കെയാണ് സ്വർഗത്തിൻ്റെ ഉന്നത സ്റ്റേജുകളിൽ, ഉന്നതമായ തട്ടുകളിൽ, നിലകളിൽ, ലെവലുകളിൽ കിടക്കുന്നത് അവരാണ്. وَإِذَا لَيْسَ فِيهَا أَحَدٌ أَقَلَّ مِنَ الْأَغْنِيَاءِ وَالنِّسَاءِ, മുതലാളിമാരോ പെണ്ണുങ്ങളോ ഞാൻ അവരെ കണ്ടില്ല സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ. സ്വർഗത്തിലില്ല എന്നല്ല, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങൾ കയറിയതൊക്കെ പാവപ്പെട്ടവരും മുഅ്മിനീങ്ങളുടെ കുട്ടികൾ, മരിച്ചുപോയ കുട്ടികളുമാണ്. എന്നോട് അല്ലാഹുവിൻ്റെ മലായിക്കത്ത് പറഞ്ഞു തന്നു, നബിയെ, കാരണം എന്തെന്നറിയോ? അമ്മൽ അഗ്നിയാ, മുതലാളിമാർ, ഫഇന്നഹും അലൽ ബാബി യുഹാസബൂന വയുമഹസൂൻ,
ചെലവഴിച്ച മുഴുവൻ കാശിൻ്റെയും കണക്ക് പറയാൻ അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പേ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഹിസാബിൽ, വിചാരണയിലാണ്, വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വഅമ്മൻ നിസാ, പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ കാരണം ഫഅൽഹാഹുന്നൽ അഹ്മറാനി, രണ്ട് ചമന്ന വസ്തുക്കളാണ് അവരെ പിടിച്ചു വച്ചത് ഉന്നതങ്ങളിലേക്ക് എത്താതെ. അദ്ദഹബ് വൽ ഹരീർ, സ്വർണവും പട്ടുടയാടകളും വസ്ത്രവും ആഭരണങ്ങളും. ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് പെണ്ണുങ്ങൾക്കും സ്വർഗത്തിൻ്റെ ഉന്നതങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ. മുതലാളിമാർക്കോ കണക്ക് പറഞ്ഞു നോക്കുമ്പോഴേക്കും ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള ഒപ്പൊന്നുമില്ല. പിന്നെ എവിടൊക്കെയോ താഴെ തട്ട് കയറിക്കൂടാനേ പറ്റിയിട്ടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു താക്കീത് തരുന്ന ഹദീസാണ്. പെണ്ണുങ്ങളെ പിടിച്ചു വെക്കാൻ കാരണം എന്താ? അൽ അഹ്മറാൻ, സ്വർണം, വസ്ത്രം. വസ്ത്രത്തിൻ്റെ ഒരു ഭ്രമമുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ് ഓരോ സൽക്കാരത്തിനും ഓരോ വസ്ത്രം. ഇതിൻ്റെ പിന്നാലെ നടന്ന് ധൂർത്ത് ചെയ്തിട്ട് അനാവശ്യമായ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടും പെണ്ണുങ്ങൾ പിടിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. ആണുങ്ങൾ അവർ ചെലവഴിച്ച പൈസയുടെ കണക്ക് പറഞ്ഞ് അള്ളാഹുവിനെ ബോധിപ്പിക്കാൻ അവർ പരാജയപ്പെട്ടപ്പോൾ അവരും പിടിക്കവെക്കപ്പെട്ടിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു നന്മ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എന്നും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين يا رب, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ നീ മാപ്പാക്കണേ പടച്ചവനെ. ഞങ്ങൾ ഉസ്താദന്മാർക്ക് മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ആരിൽ നിന്നെല്ലാം ഇൽമ പഠിച്ചിട്ടുണ്ടോ ഇൽമ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളോട് ആരെല്ലാം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുമായി സ്നേഹമുള്ളവർ, ഇൽമിൻ്റെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടുന്നവർ, ദീനി സദസ്സുകളിലേക്ക് വന്നുകൂടുന്ന ഒരുപാട് ആളുകൾ, ഇപ്പോൾ വരാൻ കൂടാത്തവർ, ഈ പരിപാടി സംഘടിപ്പിച്ച KMCCയുടെ ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരുപാട് നമ്മുടെ പ്രവർത്തകന്മാർ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നാട്ടിലേക്ക് യാത്ര പോയവർ, ഹജ്ജിന് പുറപ്പെട്ടു കഴിഞ്ഞവർ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും നിൻ്റെ റഹ്മത്തും എന്നും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നിൻ്റെ റഹ്മത്ത് തരണേ റബ്ബേ. ഞങ്ങളോടൊക്കെ നീ എന്നും പുറത്ത് ഞങ്ങളോട് ക്ഷമിക്കണേ അല്ലാഹ്. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ നാടുകളിൽ നടക്കുന്ന ആഭാസങ്ങൾ ഇനിയെങ്കിലും തിരുത്തി മനസ്സിലാക്കാനും നീ പറഞ്ഞ പോലെയുള്ള വിവാഹങ്ങളിലേക്ക്, നീ ഇബാദത്തായി കണക്കാക്കിയ നിക്കാഹുകളിലേക്ക് നീ ഉദ്ദേശിക്കുന്ന വിധത്തിൽ, നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കടന്നു വരാൻ ചെറുപ്പക്കാർക്ക് നീ മനസ്സ് കൊടുക്കണേ തമ്പുരാനെ. മക്കളെ കെട്ടിക്കുന്ന വാപ്പന്മാർക്ക് നല്ല ബോധം കൊടുക്കണേ തമ്പുരാനെ. അഹങ്കാരത്തിൻ്റെയോ താൻപോരിമയുടെയോ പ്രകടനങ്ങളായി പോകാതെ വിവാഹ സദസ്സുകൾ നിൻ്റെ ഇബാദത്തിൻ്റെ, നിൻ്റെ മലക്കുകൾ സന്നിഹിതരാകുന്ന, നിനക്കിഷ്ടമുള്ള കുടുംബങ്ങൾ കൂടിച്ചേരുന്ന നിനക്കിഷ്ടമാണല്ലോ റബ്ബേ. ഭക്ഷണം കൊടുക്കുന്ന നിനക്കിഷ്ടമാണ്. ആർഭാടങ്ങളില്ലാതെ ധൂർത്തില്ലാതെ നല്ല നിലക്ക് കഴിച്ചുകൂട്ടാൻ എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ തമ്പുരാനെ. അല്ലാഹു കഴിഞ്ഞു പോയതിലെ തെറ്റുകൾ നീ മാപ്പാക്കണേ റബ്ബേ. എത്രയോ കല്യാണങ്ങൾ ഫസാദാക്കിയ ആളുകൾ നാട്ടിലും ഇവിടെയൊക്കെ ഉണ്ടാവും. അള്ളാഹുവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. പടച്ച തമ്പുരാനെ, ഞങ്ങൾ നിൻ്റെ വജഹിന് വേണ്ടി നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഖൈർ തരണേ പടച്ചവനെ. നിനക്കിഷ്ടമുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കണേ റബ്ബേ. നിനക്കിഷ്ടമില്ലാത്തത് ഞങ്ങളുടെ മനസ്സിലേക്ക് വെറുപ്പാക്കി തരണേ റബ്ബേ. നീ ഞങ്ങൾക്ക് തരുന്ന സമ്പത്ത് അത് നിൻ്റെ പൊരുത്തത്തിൽ ചിലവഴിക്കാൻ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണേ റബ്ബേ. ആ ഐശ്വര്യം ഉപയോഗിച്ച് ഒരുപാട് ആളുകളെ സഹായിക്കാനും, പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കാനും, സക്കാത്ത് കൊടുക്കാനും, അങ്ങനെ നിൻ്റെ സ്വർഗം വാങ്ങിക്കാനും സ്വർഗത്തിലേക്ക് എത്താനുമുള്ള സൗഭാഗ്യം തരണമേ തമ്പുരാനെ. അള്ളാഹു, എത്രയോ പാവപ്പെട്ട ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിലും അയൽപക്കത്തിലും നാട്ടിലൊക്കെ ഉണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഞങ്ങൾക്ക് നീ ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണേ റബ്ബേ. ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് തരണേ റബ്ബേ. ഞങ്ങൾ ഇടപെടുന്ന കച്ചവടങ്ങളിൽ ബറക്കത്ത് തരണേ റബ്ബേ. ഈ സദസ്സിലുള്ള ആർക്കെങ്കിലും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഖൈറായ ജോലി പകരം കൊടുക്കണേ റബ്ബേ. കച്ചവടങ്ങളിൽ ബറക്കത്തില്ലാതെ വിഷമത്തിലുള്ള ആളുകൾക്ക് റബ്ബേ ഖൈറായ രീതിയിൽ ഖൈറും ബറക്കത്തും അവരുടെ കച്ചവടങ്ങൾ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഇടപാടുകളിൽ, ജോലികളിൽ അള്ളാഹുവേ,
ഞങ്ങളുടെ ജോലികളൊക്കെ ഭാരമാവാതെ നീ കാക്കണേ റബ്ബേ. അത് ഞങ്ങളുടെ ആഖിറത്തിന് തടസ്സമാകാതെ കാക്കണേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങൾ ആടെ കീഴിൽ ജോലി ചെയ്യുന്നു, ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാർക്കും ഞങ്ങളുടെ അധികാരം നീ ഏൽപ്പിച്ചിട്ടുള്ള ഭരണാധികാരികൾക്കുമൊക്കെ ഞങ്ങളോട് നീ കാരുണ്യം തോന്നിപ്പിക്കണേ അല്ലാ. ഈ നാട്ടിൽ റഹ്മത്ത് നിലനിർത്തണേ റബ്ബേ. അള്ളാഹുവെ, സുരക്ഷിതത്വവും അമ്നും അമാനും നീ ഇവിടെ നിലനിർത്തണേ റബ്ബേ. എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും നീ നൽകണേ തമ്പുരാനെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് നീ ആയുസ്സോടുള്ള ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നന്മയുടെ കൂടെ നിൽക്കാനും അവരെ കൊണ്ട് നന്മയ്ക്ക് നേട്ടമുണ്ടാകാനും നന്മ കൊണ്ട് അവരെ പിടിച്ചു നിർത്താനും അവർക്ക് ശക്തി പകരാനും നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, വിവാഹം കഴിഞ്ഞ് വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ, വീട്ടിൽ സന്തോഷമില്ലാതെ കഴിയുന്ന അവസ്ഥകളുണ്ട് റബ്ബേ. മാനസികമായ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കണേ തമ്പുരാനെ. പിണങ്ങിക്കഴിയുന്ന ആളുകളെ ഇണക്കണമേ റബ്ബേ. ഹൃദയങ്ങൾ തമ്മിൽ അകന്നവരെ നീ അടുപ്പിക്കണേ.